അതിവിലോല പരിസ്ഥിതി ജൈവ പ്രദേശമായ ശാന്തൻപാറ മേഖലയിൽ പാറ ഖനനത്തിന് ഒത്താശ ചെയ്ത് വനം റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ജനകീയ പ്രതിരോധ സമിതി പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഒരു പാറക്കോറി പ്രവർത്തിക്കുവാൻ 21 ഇനം NOCകളും ലൈസൻസുകളും ആവശ്യമാണ്. കേരളത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്ന 8000-ഓളം പാറക്കോറികളും 2 അല്ലെങ്കിൽ 3 ലൈസൻസുകൾ മാത്രം സമ്പാദിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയ പരിസ്ഥിതി ആഘാത നിർണയ പഠന സമിതിയുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് 45 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള പ്രദേശത്ത് പാറ ഖനനം അനുവദിക്കാൻ പാടില്ലാത്തതാണ്. പശ്ചിമഘട്ടത്തിലെ ആനമുടി റീജിയൻ എന്ന് പറയുന്നത് 70 ഡിഗ്രിയോളം പടിഞ്ഞാറേക്ക് ചെരിഞ്ഞു കിടക്കുന്ന ഭൂപ്രകൃതിയുള്ള പ്രദേശമാണ്. ഇവിടെ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാലും ഒരു പാറക്കോറിക്കും അനുവാദം കൊടുക്കാൻ പാടില്ലാത്തതാണ്. അതുപോലെ 2006 ബയോഡൈവേഴ്സിറ്റി ആക്ട് പാസ്സാക്കപ്പെട്ടതിന് ശേഷം എല്ലാ സംസ്ഥാനത്തും ബയോഡൈവേഴ്സിറ്റി ബോർഡ് രൂപീകരിക്കുകയും ഈ ബയോഡൈവേഴ്സിറ്റി ബോർഡ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും അതാത് പഞ്ചായത്തുകളിലെ ജൈവ വൈവിധ്യ രജിസ്റ്റർ ഉണ്ടാക്കാൻ 15 ലക്ഷം രൂപ വീതം നൽകുകയും അങ്ങനെ ഉണ്ടാക്കിയ വ്യാജരേഖകൾ ചമച്ച് നിയമവിരുദ്ധമായി പഞ്ചായത്തിൽ നിന്നും വാങ്ങിയ അനുവാദത്തിന്റെ മറവിലാണ് ഈ പ്രദേശത്ത് വ്യാപകമായി ക്വാറികൾ പ്രവർത്തിച്ചു വരുന്നത്. വനം റവന്യൂ മന്ത്രിമാരുടെ ഒത്താശയോടെ രാഷ്ട്രീയ നേതാക്കളുടെ ബിനാമികളാണ് ക്വാറികൾ നടത്തുന്നത്. ക്വാറി മാഫിയകൾക്ക് ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ജനകീയ സമരസമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ പരിസ്ഥിതി പ്രവർത്തകൻ ജോൺ പെരുവന്താനം, ബെന്നി ചെറിയാൻ, KB സുരേഷ് കുമാർ, KC ഡേവിഡ്, KS ദിലീപ്, KS ശിവശങ്കരൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു.